Hello മക്കള്, വെൽക്കം ടു ഫ്യൂച്ചർ പവർഡ് ബൈ ഗോകുലം. മക്കളെ, മൂസി സർ ഈസ് ഹിയർ. സോ മക്കളെ, 9ാം ക്ലാസ് CBSE ഫസ്റ്റ് ചാപ്റ്റർ അടിപൊളിയായിട്ട് നമ്മൾ ബാച്ചിൽ എടുത്തിട്ടുണ്ട്. ബാച്ചിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഈ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് ഡീറ്റെയിൽസ് ഒക്കെ അന്വേഷിച്ച് വേഗം ജോയിൻ ചെയ്തോ. നമ്മൾ കൃത്യമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. സോ ഫസ്റ്റ് ചാപ്റ്ററിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് എക്സാമിന് ചോദിക്കുന്ന ഒരു ടോപ്പിക്കുമായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. സോ മക്കളെ, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പോയിന്റ്സ്. കാർട്ടീഷ്യൻ പ്ലെയിനിൽ 2 പോയിന്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് കാണാനുള്ള ഇക്വേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് കൃത്യമായിട്ട് എങ്ങനെ ചെയ്യുക എന്നുള്ളത് നമുക്ക് പഠിക്കാം. ഒരുപാട് കുട്ടികൾ ഡൗട്ട് ചോദിക്കാറുള്ളത് നെഗറ്റീവ് നമ്പർ ഒക്കെ വരുമ്പോൾ എങ്ങനെയാണ് ചെയ്യുക, അത് മിസ്റ്റേക്ക് വരുത്തുന്നു എന്നുള്ളതാണ്. സോ മകളെ, ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് അത് ഞാൻ സെറ്റ് ആക്കി തരാം. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് നിങ്ങൾ കമന്റ് ചെയ്യുക. കമന്റ് ചെയ്താൽ ഇതുപോലത്തെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള വീഡിയോസുമായി ഇനിയും ഞാൻ വരുന്നതായിരിക്കും. സോ മകളെ, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പോയിന്റ്സ് ഇൻ 2D പ്ലെയിൻ. നമ്മൾ 2D പ്ലെയിനിൽ കാർട്ടീഷ്യൻ പ്ലെയിനിലെ 2 പോയിന്റ് തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇത് കാണാതെ അങ്ങോട്ട് പഠിക്കാം. റൂട്ട് ഓഫ് x2 മൈനസ് x1 ഹോൾ സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 ഹോൾ സ്ക്വയർ. ഇത് എങ്ങനെയാണ് ഇക്വേഷനിലേക്ക് എത്തിയത് എന്നൊക്കെ ക്ലാസ്സിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, പൈതഗോറസ് തിയറം വെച്ചിട്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഈ ഇക്വേഷൻ ഡയറക്റ്റ് അങ്ങോട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഏത് 2 പോയിന്റ് തന്നാലും ആ പോയിന്റ് തമ്മിലുള്ള ഡിസ്റ്റൻസ് നിങ്ങൾക്ക് കണ്ടുപിടിക്കാവുന്നതാണ്. റെഡി ആണല്ലോ? യെസ്. അപ്പൊ ദാ x1 y1 ആണ് ഫസ്റ്റ് പോയിന്റ്, x2 y2 ആണ് സെക്കൻഡ് പോയിന്റ് എങ്കിൽ ആ 2 പോയിന്റിന്റെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് കാണാതെ പഠിച്ചോ. റൂട്ട് ഓഫ് x2 മൈനസ് x1 ഹോൾ സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 ഹോൾ സ്ക്വയർ. അപ്പൊ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും, x2 x1 അങ്ങോട്ട് മാറിയ കുഴപ്പമുണ്ടോ? കുഴപ്പമൊന്നുമില്ലടാ. നെഗറ്റീവ് സ്ക്വയർ എടുക്കുമ്പോൾ എപ്പോഴും എന്താവും, പോസിറ്റീവ് ആവും. അപ്പൊ നിങ്ങൾ ഇത്ര ചിന്തിച്ചാൽ മതി, എക്സുകൾ മൈനസ് ചെയ്യുക, സ്ക്വയർ എടുക്കുക, വൈകൾ മൈനസ് ചെയ്യുക, സ്ക്വയർ എടുക്കുക, അത് ആഡ് ചെയ്യുക. റെഡി? യെസ്. സോ മകളെ, ഒരു എക്സാമ്പിൾ നോക്കാം. യെസ്. ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പോയിന്റ്സ് ഗിവൺ ബിലോ. താഴെ ഇതാ 2 പോയിന്റ് നമുക്ക് തന്നിട്ടുണ്ട്. ഈ 2 പോയിന്റ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ഒന്ന് കണ്ടുപിടിക്കാൻ പോവാ. അപ്പൊ നേരെ ഡയറക്റ്റ് ഫസ്റ്റ് എന്ത് ചെയ്യുക, ഇക്വേഷൻ അങ്ങോട്ട് ചെയ്താ. ഇക്വേഷൻ റൂട്ട് ഓഫ് x2 മൈനസ് x1 ഹോൾ സ്ക്വയർ പ്ലസ് നെക്സ്റ്റ് y2 മൈനസ് y2 മൈനസ് y1 ഹോൾ സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇതാണ് ഡിസ്റ്റൻസ് കേട്ടോ. ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് x2 മൈനസ് x1. എന്താണ് x2 x1? ഇതാണ് x2 x1. ഇതാ ഈ x2 എന്ന് പറഞ്ഞാൽ 7 ആണ്, x1 എന്ന് പറഞ്ഞാൽ 3 ആണ്. അപ്പൊ 7 മൈനസ് 3. സോ 7ൽ നിന്ന് 3 മൈനസ് ചെയ്തു, 7 മൈനസ് 3 ഹോൾ സ്ക്വയർ പ്ലസ് y2 മൈനസ് y1. ഏതാണ് y2? ഇതാണ് y2 അല്ലെ? സെക്കൻഡ് നമ്പർ ആണ് y അല്ലെ? അപ്പൊ y2 5, y1 2. സോ y2 മൈനസ് y1 5 മൈനസ് 2 ഹോൾ സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എന്താടാ 7 മൈനസ് 3. 7ൽ നിന്ന് 3 കുറച്ചാൽ എത്ര? 7 മൈനസ് 3 എത്ര? 4 അല്ലേ? 4 ആണല്ലോ. 7 മൈനസ് 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 4 ആണ് അല്ലേ? സോ 4 സ്ക്വയർ 4 സ്ക്വയർ പ്ലസ് നെക്സ്റ്റ് എന്താണ് 5 മൈനസ് 2. 5ൽ നിന്ന് 2 കുറച്ചാൽ എത്ര? 3 ആണ്. 3 സ്ക്വയർ. 5 മൈനസ് 2 3 സ്ക്വയർ ആണ്. സോ 3 സ്ക്വയർ. സോ 4 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ. ഒന്ന് ചെറുതാക്കട്ടെ മക്കളെ. യെസ്. ഇനി ഇത്രയേ ഉള്ളൂ. ബാക്കി എന്താ ചെയ്യുക? വാട്ട് ഈസ് 4 സ്ക്വയർ? 4ന്റെ സ്ക്വയർ എന്താടാ? റൂട്ട് ഓഫ് 4ന്റെ സ്ക്വയർ എന്താ? 4 സ്ക്വയർ 16 ആണ്. 16 16 16 പ്ലസ് വാട്ട് ഈസ് 3 സ്ക്വയർ? 3 സ്ക്വയർ 3 into 3 9 ആണ്. 9. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഈ 16 പ്ലസ് 9 എത്ര? 16ഉം 9ഉം ആഡ് ചെയ്താൽ എത്ര വരെ? 25 ആണ്. സോ റൂട്ട് 25 is the answer. റൂട്ട് 25. What is root 25? 25ന്റെ റൂട്ട് എത്ര? 5. 5ന്റെ സ്ക്വയർ ആണ് 25. സോ റൂട്ട് 25 equal to 5 ആണ്. സോ 5 യൂണിറ്റ് ആണ് എന്ത്? നമ്മുടെ ഡിസ്റ്റൻസ്. 5 യൂണിറ്റ് ഈസ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദീസ് 2 പോയിന്റ്സ്. റെഡി ആണല്ലോ? യെസ്. വളരെ സിമ്പിൾ ആണ്. എക്സുകൾ മൈനസ് ചെയ്യുക. നമ്മൾ ഇക്വേഷൻ കാണാതെ അങ്ങോട്ട് പഠിച്ചാൽ മതി. ഇനി കുട്ടികൾ ഡൗട്ട് ചോദിക്കുക, നെഗറ്റീവ് നമ്പേഴ്സ് വരുമ്പോൾ എന്താ ചെയ്യുക? അപ്പോഴാണ് മിസ്റ്റേക്ക് വരുന്നത്. അപ്പൊ നെഗറ്റീവ് നമ്പേഴ്സ് കൂട്ടുമ്പോഴും കുറക്കുമ്പോഴുള്ള കൺഫ്യൂഷൻസ് ക്ലിയർ ആക്കണതിന് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ശ്രദ്ധിച്ചോ. -2, 3 4 -5 ഈ 2 പോയിന്റ് തമ്മിലുള്ള ഡിസ്റ്റൻസ് കാണാൻ പോവാം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഈക്വൽ ടു d ഈസ് ഈക്വൽ ടു നമ്മുടെ ഇക്വേഷൻ ആദ്യം കണ്ട് എഴുതി വെക്കാം. ഇക്വേഷൻ നിങ്ങൾ ഓരോ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ എന്റെ മക്കൾ ഇക്വേഷൻ എഴുതി പോയാൽ അത് കാണാൻ ഓട്ടോമാറ്റിക്കലി നമ്മളെ തലയിൽ എന്ത് ചെയ്യും? നിൽക്കും. സോ ശ്രദ്ധിച്ചോ. x2 മൈനസ് x1 റൂട്ട് ഓഫ് x2 മൈനസ് x1 ഹോൾ സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 ഹോൾ സ്ക്വയർ. y2 മൈനസ് y1 ഹോൾ സ്ക്വയർ. ശ്രദ്ധിച്ചോ, ഹോൾ സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ്. ഇനി കൃത്യമായിട്ട് ഓരോന്ന് കൊടുക്കുക, തെറ്റാതെ കൊടുക്കുക. ഫസ്റ്റ് എന്താ? x2 ആണ്. x2 എന്താ? 4 ആണ്. രണ്ടാമത്തെ പോയിന്റിലെ x കോർഡിനേറ്റ് അത് 4 ആണ്. അതാ x2. ഈ x2 പകരം ഞാൻ എന്ത് കൊടുത്തു? 4 എന്ന് കൊടുത്തു. 4 മൈനസ്. ഓക്കെ, ഈ മൈനസ് ഏതാ? ഈ മൈനസ് ആണ്. ഈ മൈനസ്. ഇനി എന്താണ് x1? x1 എന്ന് പറഞ്ഞാൽ -2 ആണ്. അത് മാറരുത്, മറക്കരുത്, തെറ്റരുത്. x1 എന്ന് പറഞ്ഞാൽ -2 ആണ്. ആ -2 രണ്ടാമതൊരു മൈനസും കൂടി ഇല്ലേ? അപ്പൊ ചിലവര് മറന്നിട്ട് എന്ത് ചെയ്യും? ഇതിന്റെ കൂടെ മൈനസ് ഉണ്ടല്ലോ 2 അങ്ങനെ കിട്ടും. 4 - 2 2. അത് തെറ്റാണ് ആൻസർ. അപ്പൊ നോക്ക്, x2 4 ആണ്. ഈ മൈനസ് ക്വസ്റ്റ്യൻ ഇക്വേഷനിൽ മൈനസ് അവിടെ ഉണ്ട്.
ഇനി ഇതാ x1 എന്ന് പറഞ്ഞാൽ -2 ആണ്. സോ ഇവിടെ ഇതാ -2. അപ്പൊ 4 മൈനസ് -2 ഹോൾ സ്ക്വയർ എന്ന് വരും. 4 മൈനസ് -2 ഹോൾ സ്ക്വയർ എന്ന് വരും. മൈനസ് മൈനസും അടുത്ത് വന്നാൽ അത് പ്ലസ് ആവുമല്ലോ. യെസ്, അത് കൃത്യമായിട്ട് അറിഞ്ഞാൽ അവിടെ സെറ്റ് ആയി. സോ നെക്സ്റ്റ് നോക്കിക്കോ, y2 മൈനസ് y1. വാട്ട് ഈസ് y2? y2 മൈനസ് y1. y2 എന്ന് പറഞ്ഞാൽ 5 ആണ്. y2 5 ആണ് അല്ലേ? എന്ത് 5? -5. ശരിക്കും ശ്രദ്ധിക്കണം, അവിടെ എന്തുണ്ട്? മൈനസ് ഉണ്ട്. അപ്പൊ ദാ y2 എന്ന് പറഞ്ഞാൽ -5 ആണ്. അയ്യോ, കളർ മാറി. ഓക്കെ, -5 ആണ്. സോ y2 ന് പകരം എന്ത് ചെയ്യുക? -5 എന്ന് കൊടുക്കുക. ശ്രദ്ധിച്ചിട്ടോ, -5 മൈനസ് ഈ മൈനസ് ഏതാ? ക്വസ്റ്റ്യനിലെ മൈനസാ. സോ y2 -5 മൈനസ്. ഇനി എന്താ? y1. വാട്ട് ഈസ് y1? y1 എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ 3 ആണ്. -3 ആണോ? അല്ല, വെറും 3 ആ. അപ്പം -3 അല്ല, 3 ആ. അപ്പൊ അതാ മൈനസ്. ഇനി എഴുതേണ്ടത് 3 ആണ്. 3. സോ 3 ഹോൾ സ്ക്വയർ. ഇത്രയേ ഉള്ളൂ. റെഡി ആണല്ലോ? ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 4 മൈനസ് ഈ മൈനസ് എന്താ? അവിടെ 2 മൈനസ് വന്നുള്ളത് പ്ലസ് ആവും. സോ 4 + 2 എന്നാവൂലേ? യെസ്. അപ്പോൾ എന്തായി? 4 + 2 എന്നായി. 4 + 2 ഹോൾ സ്ക്വയർ എന്നായി. പ്ലസ്. റെഡി ആണല്ലോ? -5 -3 -5 -3. വാട്ട് ഈസ് -5 -3? മൈനസ് വന്നാൽ കൂട്ടിയിട്ട് നെഗറ്റീവ് മൈനസ് ഇടല്ലേ? -5 -3 എന്ന് പറഞ്ഞാൽ -5 + 3 അല്ലേ? യെസ്. -5 -3 എന്നാൽ -8. 2 മൈനസ് വന്നാൽ കൂട്ടിയിട്ട് എന്ത് ചെയ്യുക? മൈനസ് ഇടാം. -8 തെറ്റിക്കരുത്. ആ കോൺസെപ്റ്റ് ക്ലിയർ ആയിരിക്കണം. -5 -3 -8 അത് കൂട്ടിയിട്ട് മൈനസ് ഇടാം. സോ -8ന്റെ സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ്. അടുത്ത എന്താ വരിക? 4 + 2 എന്താ? 4 + 2 6 ആണ് അല്ലേ? 6ന്റെ സ്ക്വയർ, 6ന്റെ സ്ക്വയർ എത്ര? 6ന്റെ സ്ക്വയർ എത്ര? 36 അല്ലേ? 36. സോ 6 സ്ക്വയർ പ്ലസ് -8 സ്ക്വയർ എങ്ങനെയാണ് വരിക? 6 സ്ക്വയർ പ്ലസ് -8 സ്ക്വയർ ദാറ്റ്സ് ഈക്വൽ ടു റൂട്ട് ഓഫ് 6ന്റെ സ്ക്വയർ 36 36 36 പ്ലസ് വാട്ട് ഈസ് -8ന്റെ സ്ക്വയർ? 8ന്റെ സ്ക്വയർ 64 ആണ്. അപ്പൊ -8ന്റെ സ്ക്വയർ എന്തിനാണ്? 64 ആണ്. അല്ലാതെ -64 എന്ന് പറഞ്ഞിട്ട് എഴുതരുത്. നെഗറ്റീവിന്റെ സ്ക്വയർ പോസിറ്റീവ് ഓൾവേസ്. സോ +64 ദാറ്റ് ഈസ് ഈക്വൽ ടു 36ഉം ഒന്ന് ചെറുതാക്കട്ടെ മക്കളെ. 36ഉം 64ഉം കൂട്ടി എത്രയായി? യെസ്, 100 ആണ്. 100. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് 100 ദാറ്റ് ഈസ് ഈക്വൽ ടു വാട്ട് ഈസ് റൂട്ട് 100? 100ന്റെ റൂട്ട് എന്താ? 10 ആണ്, 10 ആണ്. സോ 10 യൂണിറ്റ് ഈസ് ദ ആൻസർ. ഇത്രയേ ഉള്ളൂ. റെഡി ആണല്ലോ? യെസ്. വെരി സിമ്പിൾ ആണ്, വളരെ സിമ്പിൾ ആണ്, ഷുവർ ക്വസ്റ്റ്യൻ ആണ്. സോ മക്കളെ, ഇതുപോലെ നിങ്ങൾക്ക് ചെയ്യാൻ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ തന്നിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങൾ എല്ലാവരും സ്വന്തമായിട്ടൊന്ന് ചെയ്തിട്ട് ആൻസർ എന്താ കിട്ടിയത് എന്നുള്ളത് നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക. എത്ര പേർക്ക് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ കിട്ടുന്നത് എന്ന് നോക്കട്ടെ. സോ മക്കളെ, ഇതുപോലെ നമ്മൾ ഫുൾ ചാപ്റ്റർ, ഫുൾ കോൺസെപ്റ്റുകൾ ഓരോന്ന് എന്ത് ചെയ്യുന്നുണ്ട്? ബാച്ചിൽ പഠിപ്പിക്കുന്നുണ്ട്. ഫ്യൂച്ചറിന്റെ ബാച്ച് ഓപ്പൺ ആണ്. എല്ലാവരും ജോയിൻ ചെയ്യും. ഒരുപാട് മക്കൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. ബാക്കി ഡീറ്റെയിൽസ് താഴെ കാണുന്ന നമ്പറിൽ എന്ത് ചെയ്താൽ മതി? കോൺടാക്ട് ചെയ്താൽ മതി. സോ മക്കളെ, ഇതുപോലത്തെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഇനി വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? കമന്റ് ചെയ്യണം. ഈ നെക്സ്റ്റ് വീഡിയോസുമായി ഇനിയും ഞാൻ വരുന്നതായിരിക്കും. ബൈ, സീ യു. ടാറ്റാ.